എല്ലാ മാന്യ പ്രേക്ഷകർ വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഭാരതീയ ഭാഷയെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. ഇന്ന് ഭാരതത്തിൽ 1652 ഭാഷകളുണ്ട്. ഈ 1650 ഭാഷകളിൽ 230 ഭാഷകൾക്ക് മാത്രമേ ലിപിയുള്ളൂ. ബാക്കിയെല്ലാം വെറും സംസാര ഭാഷകൾ മാത്രമാണ്. അതിന് അക്ഷരങ്ങളില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ അതിശയം തോന്നിയേക്കാം. ഇന്ന് ഇന്ത്യയിലുള്ള ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നത് പോലെ ഹിന്ദി ഭാരതത്തിൻ്റെ രാഷ്ട്രഭാഷയാണെന്ന് പറയുന്നു. എന്നാൽ ഹിന്ദി എന്ന ഒരു ഭാഷ ഇല്ലായിരുന്നു. ഉത്തരഭാരതത്തിൽ നാട്ടുസംസാര ഭാഷകൾ ഒഴികെ, അതായത് ലോക്കൽ സ്പോക്കൺ ലാംഗ്വേജസ് ഒഴികെ കേവലം 5 ഭാഷകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് 1 ഹിന്ദുസ്ഥാനി, 2 ഉറുദു, 3 ഫാർസി, 4 അറബി, 5 സംസ്കൃത ഭാഷ. ഹിന്ദുസ്ഥാനി ലാംഗ്വേജ്, ഉറുദു ലാംഗ്വേജ്, പേർഷ്യൻ ലാംഗ്വേജ്, അറബിക് ലാംഗ്വേജ്, സംസ്കൃത് ലാംഗ്വേജ്. ഈ ഭാഷകൾ ഒഴിച്ച് മറ്റൊരു ഭാഷയെയും ഭാരതീയരോ അല്ലെങ്കിൽ അന്യദേശങ്ങളിൽ നിന്ന് വന്നവരോ പ്രോത്സാഹിപ്പിച്ചില്ല. സംസ്കൃത ഭാഷ സംസാരിക്കുന്ന ബ്രാഹ്മൺ പറയുന്നത് സംസ്കൃത ഭാഷ ഒഴികെ മറ്റെല്ലാ ഭാഷയും മ്ലേച്ഛ ഭാഷ, അതായത് അബോമിനേറ്റഡ് ലാംഗ്വേജ് ആണെന്നാണ്. എന്തുകൊണ്ടെന്നാൽ ആ കാലങ്ങളിൽ ബ്രാഹ്മണർക്ക് മാത്രമേ സംസ്കൃത ഭാഷ സംസാരിക്കാനും പഠിക്കാനും അധികാരമുണ്ടായിരുന്നുള്ളൂ. മറ്റുള്ള ഭാഷ ബ്രാഹ്മണരുടെ ഭാഷയിൽ പറഞ്ഞാൽ മ്ലേച്ഛ ഭാഷകൾ ആയിരുന്നു. അത് അബ്രാഹ്മണർക്കുള്ളതായിരുന്നു. അങ്ങനെയിരിക്കെ ഹിന്ദുസ്ഥാനി ഭാഷയും ഒരു മ്ലേച്ഛ ഭാഷ, അതായത് അബോമിനേറ്റഡ് ലാംഗ്വേജ് ആയിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഇതും ഒരു സംസാര ഭാഷ മാത്രമായിരുന്നു. പിന്നെ ഈ ഹിന്ദി ഭാഷ എങ്ങനെ ഉണ്ടായി, ആരാണിതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് നിങ്ങൾക്കും അറിയാൻ താല്പര്യം കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിഷയം സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടതാണ്. പക്ഷേ മാറി മാറി വരുന്ന ഒരു സർക്കാരും ഇതിന് താല്പര്യം കാണിക്കാറില്ല. അതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് നാണക്കേട് കൊണ്ടാണെന്നാണ്. കാരണം ഒരു ഭാരതീയ ഭാഷ വികസിപ്പിച്ചത് ഒരു വിദേശ മിഷണറിയാണെന്ന് പറയുക മോശം കാര്യമാണ്. ചുരുക്കമായി ഹിന്ദി ഭാഷയെപ്പറ്റി അല്പം പറയാൻ ആഗ്രഹിക്കുന്നു. സാമുവൽ ഹെൻറി കെല്ലോഗ് എന്നു പേരുള്ള ഒരു അമേരിക്കൻ പ്രെസ്ബിറ്റേറിയൻ മിഷണറി മുഴുവൻ ഭാരതത്തിലും ഉടനീളം ഒരു സർവേ നടത്തി. അതിനൊടുവിൽ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് അടങ്ങിയ ഭൂവിഭാഗത്തിൽ സർവേ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഹിന്ദുസ്ഥാനി ലാംഗ്വേജും അതിനോട് സാമ്യമുള്ള ഏതാണ്ട് 12 പ്രാദേശിക സംസാര ഭാഷകൾ അടങ്ങുന്ന ഒരു വലിയ ജനസമൂഹം പാർക്കുന്നുണ്ടെന്ന്. അതായത് മ്ലേച്ഛ ഭാഷ സംസാരിക്കുന്ന ഒരു ജനസമൂഹം. ഇദ്ദേഹം ഒരു ക്രിസ്ത്യൻ മിഷണറി ആയിരുന്നു. അത് കാരണം സുവിശേഷീകരണവും ഒരു മുഖ്യ ഉദ്ദേശമായിരുന്നു. അദ്ദേഹം നോക്കിയപ്പോൾ ഒരു വലിയ ജനസമൂഹം, 12 ഭിന്ന ഭാഷകളാണ് അവർ സംസാരിക്കുന്നതെങ്കിലും ഹിന്ദുസ്ഥാനി ഭാഷയോട് സാമ്യമുള്ളതായിരുന്നു. സുവിശേഷം ഈ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ 12 ഭാഷകൾ ചേർത്ത് ഒരു കോമൺ ഭാഷ വികസിപ്പിക്കുക. അങ്ങനെ ഒരു വലിയ ജനസമൂഹത്തെ സുവിശേഷം അറിയിക്കാൻ സാധിക്കും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇത് ഒരു സാധാരണ മനുഷ്യൻ്റെ ചിന്തകൾക്കും അപ്പുറമാണ്. നിങ്ങൾ ആ സമയത്തെക്കുറിച്ച് ഓർക്കണം. ഇന്നത്തെ പോലെ യാതൊരു യാത്രാ സൗകര്യങ്ങളും വാർത്താവിനിമയ വ്യവസ്ഥകളും ഒന്നും ഇല്ലാതെ ഇരുന്ന ഒരു കാലഘട്ടം. സഞ്ചരിക്കാൻ കാളവണ്ടിയും നദിയിൽ കൂടെ വള്ളങ്ങളും മാത്രമുള്ള കാലം. ഇത്രയും വലിയ ഒരു ഭൂപ്രദേശം, അവിടെയൊക്കെ സഞ്ചരിച്ച് ആദ്യം അവരുടെ പ്രാദേശിക സംസാര ഭാഷ പഠിക്കണം. 13 ഭാഷകൾ പഠിക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, ഇത് മാനുഷിക ചിന്തകൾക്ക് അപ്പുറമാണ്. ഈ 13 ഭാഷകൾ പഠിച്ച് അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുക,
എന്നിട്ട് അതിനെയെല്ലാം ക്രോഡീകരിച്ച് ഒരു കോമൺ ലാംഗ്വേജ് തയ്യാറാക്കുക, അതിനുവേണ്ടി ലിപി തയ്യാറാക്കുക. കാരണം അന്ന് ഹിന്ദുസ്ഥാനി ഭാഷയ്ക്കും ലിപി ഇല്ലായിരുന്നു എന്നോർക്കണം. ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര കഷ്ടം സഹിച്ച്, ഊണും ഉറക്കവും ഉപേക്ഷിച്ച്, ട്രെയിനും ബസ്സും കാറും സൈക്കിൾ പോലും ഇല്ലാതിരുന്ന കാലത്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ കാളവണ്ടിയിലും കാൽനടയായും ഓരോരോ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സഞ്ചരിച്ച് എല്ലാ വിവരങ്ങളും ശേഖരിച്ച് പുതിയ ഒരു ഭാഷ രൂപപ്പെടുത്തുക, അതിൻ്റെ അക്ഷരങ്ങൾ രൂപപ്പെടുത്തുക. ഇതെല്ലാം ചെയ്ത ശേഷം വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഈ ഭാഷ ലോകരിലേക്ക് എത്തിക്കണമല്ലോ. അതിന് ഈ ഭാഷയുടെ പുസ്തകങ്ങൾ ഇറക്കണം. അതിനായി പ്രിൻറ്റിംഗ് പ്രസ് വേണം. പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്ത് അലമാരിയിൽ സൂക്ഷിക്കാനല്ലല്ലോ. ആ ഭാഷ ജനങ്ങളെ പഠിപ്പിക്കണം. അത് പഠിപ്പിക്കാൻ സ്കൂൾ വേണം. ഇതെല്ലാം ക്രമീകരിക്കാൻ വർഷങ്ങൾ വേണ്ടി വന്നു. അങ്ങനെ അവസാനം ഹിന്ദി ഭാഷയുടെ സൃഷ്ടി നടന്നു. ഇന്ന് ഭാരതീയർ ഗർവോടെ പറയുന്ന ഹിന്ദി ഞങ്ങളുടെ രാഷ്ട്രഭാഷയാണെന്ന് അതിൻ്റെ പിന്നിൽ അശ്രാന്ത പരിശ്രമം നടത്തിയ ശാമുവേൽ ഹെൻറി കെല്ലോഗിനെയും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച അനേകം മിഷണറിമാരെയും നാം മനഃപൂർവ്വം മറന്നുപോകുന്നു. ഇത്രയും ചെയ്ത ശേഷം ശാമുവേൽ ഹെൻറി കെല്ലോഗ് വെറുതെ ഇരുന്നില്ല. കാരണം ഈ ഭാഷ ജനങ്ങളിലേക്ക് എത്തിച്ച് അവരെ ഈ ഭാഷ പഠിപ്പിക്കണമെങ്കിൽ ഈ ഭാഷയുടെ നിഘണ്ടുവും വ്യാകരണവും തയ്യാറാക്കണം. അതിനായി ശാമുവേൽ ഹെൻറി കെല്ലോഗിൻ തൻ്റെ സ്നേഹിതന്മാരായ വില്യം ഹൂപ്പർ, ജോസഫ് ആർതർ ലാംബേർട്ടിനെയും ചേർത്ത് ഹിന്ദി വ്യാകരണം തയ്യാറാക്കി. കാരണം സാധാരണക്കാരായ ജനങ്ങൾ ഹിന്ദി വേഗത്തിൽ പഠിക്കണം. അത് ഏറ്റവും ആവശ്യമായ കാര്യമാണ്. ഇത് ഞാൻ വളരെ ചുരുക്കി പറഞ്ഞതാണ്. ഇതുകൂടാതെ ക്രിസ്ത്യൻ മിഷണന്മാർ ഇന്ത്യൻ ലാംഗ്വേജസിൽ 85 ഡിക്ഷണറീസ്, 116 വ്യാകരണങ്ങൾ തയ്യാറാക്കി. അതുകൂടാതെ 45 ന്യൂസ് പേപ്പർ തുടങ്ങി. സമയാസമയങ്ങളിൽ ഹിന്ദിയുടെ നവീകരണവും നടത്തിക്കൊണ്ടേയിരുന്നു. ഇന്നും ലോകത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഈ ഹിന്ദി വ്യാകരണമാണ് ഒഫീഷ്യലി യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ 1880-ൽ ഹിന്ദി ഭാഷയുടെ നിർമ്മാണം നടന്നു. ഇങ്ങനെ ഭാഷ വികസിപ്പിച്ച് അലമാരയിൽ വെച്ച് പൂട്ടാനല്ലായിരുന്നു. പുസ്തകങ്ങൾ അടിക്കാൻ പ്രിൻറ്റിംഗ് പ്രസ്സുകൾ സ്ഥാപിച്ചു. പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്ത് വിതരണം ചെയ്യാൻ തുടങ്ങി. ഭാഷ പഠിപ്പിക്കാൻ സ്കൂളുകളും കോളേജുകളും നിർമ്മിച്ചു. അവിടെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്ന് കാണുന്ന ഓഫീസർമാരെ, നേതാക്കന്മാരെ, മന്ത്രിമാരെ ഹിന്ദി പറയാൻ പഠിപ്പിച്ചു. ഇന്ന് ആ മന്ത്രിമാരും നേതാക്കന്മാരും ക്രിസ്ത്യൻ മിഷണറിമാരെ ഹിന്ദിയിൽ ചീത്ത പറയുന്നു. അവർ പറയുന്നു ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യ വിട്ട് പോകണമെന്ന്. ഈ ഒരു മനസ്ഥിതി മാറിയേ പറ്റൂ. സത്യം അറിയണം. ഇന്ന് കാണുന്ന ഈ ഭാരതത്തെ ഭാരതമാക്കിയതിന് പിന്നിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ കടന്നുവന്ന, സുവിശേഷവുമായി കടന്നുവന്ന ക്രിസ്ത്യൻ മിഷണറികളാണെന്നുള്ളത് ഇന്ത്യൻ ജനത മറന്നുപോകുന്നു. അവർ സ്വന്തം ജീവനെപ്പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ഭാരതത്തിലേക്ക് കടന്നു വന്ന് ഭാഷ വികസിപ്പിച്ചു, ഭാഷ പഠിപ്പിച്ചു, ആശുപത്രികൾ നിർമ്മിച്ചു, സ്കൂളുകൾ നിർമ്മിച്ചു, കോളേജുകൾ നിർമ്മിച്ചു, റെയിൽവേ നിർമ്മിച്ചു, റോഡുകൾ നിർമ്മിച്ചു, പാലങ്ങൾ നിർമ്മിച്ചു, മനുഷ്യർ തുല്യരാണെന്ന് പഠിപ്പിച്ചു, സംസ്കാരം പഠിപ്പിച്ചു, പ്രതികരിക്കാൻ പഠിപ്പിച്ചു, അവകാശം ആവശ്യപ്പെടാൻ പഠിപ്പിച്ചു, വഴിയെ നടക്കാൻ പഠിപ്പിച്ചു, തുണി ഉടുക്കാൻ പഠിപ്പിച്ചു. അങ്ങനെ ഭാരതത്തെ ഭാരതമാക്കി മാറ്റി. ഹല്ലേലൂയ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.